കാപ്പ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി കൗൺസിലർ സുഗതന് ഇടക്കാല ജാമ്യം. സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ജാമ്യം ലഭിച്ചത്. ജൂലൈ 13 വൈകിട്ട് 5 മുതൽ ജൂലൈ 14 രാത്രി 9 വരെയാണ് ജാമ്യം. നെടുമങ്ങാട് കോടതിയുടേതാണ് വിധി. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ബി.ജെ.പിക്ക് വലിയ ആശ്വാസമായല്ലോ ഈ വാർത്ത. തീർച്ചയായിട്ടും അജിംസ്, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണ പ്രതിസന്ധിക്ക് അയവുണ്ടാവാൻ ഉള്ള തീരുമാനമാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇടക്കാല ജാമ്യം മാത്രമാണ് ആർ സുഗതന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ജൂലൈ 13 വൈകുന്നേരം 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. കാരണം ഹൈക്കോടതി എല്ലാ ഇവരോടും ഈ പറയുന്ന പോലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ ബി.ജെ.പി കൗൺസിലർമാരോടും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും ജയിലിലായിട്ടുള്ള സുഗതന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഭരണ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഉണ്ടായത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാദം നടന്ന സമയത്ത് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് മജിസ്ട്രേറ്റ് കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാപ്പ കേസ് പ്രതിക്ക് ജാമ്യം അനുവദിക്കാനുള്ള അധികാരമില്ലാതെ ഹൈക്കോടതിക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ജാമ്യം കൊടുക്കാനുള്ള കാര്യം ഉള്ളൂ എന്നുള്ള കാര്യം. പക്ഷേ അത് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതി ആർ സുഗതന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് വിയ്യൂർ ജയിലിലാണ് സുഗതനുള്ളത്. കാപ്പ കേസിൽ കൂടി ഇടക്കാല ജാമ്യം കിട്ടിയാൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി വിധിയും പകർപ്പ് കൂടി വന്ന ശേഷം മാത്രമാണ് ഏതൊക്കെ ഇളവുകളാണ് ആർ സുഗതന് നൽകിയിട്ടുള്ള കാര്യം അറിയപ്പെടുന്നത്. എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി കിട്ടിയിരിക്കുന്നു. അതിനുവേണ്ടി മാത്രമായിട്ട് നെടുമങ്ങാട് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതി ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ആർ സുഗതന് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ മാസം 10 സുഗതനെ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസിനെ ആക്രമിക്കുക, അതേപോലെ തന്നെ വീട് കയറി ആക്രമിക്കുക തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് വാഴോട്ടുകോണം കൗൺസിലർ കൂടിയായിട്ടുള്ള ആർ സുഗതൻ പലതവണ ജാമ്യത്തിന് വേണ്ടിയൊക്കെ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം തന്നെ നടന്നില്ല. ഹൈക്കോടതി അടക്കം പോയെങ്കിലും അതും ഉണ്ടായില്ല. ഇപ്പോൾ നെടുമങ്ങാട് കോടതി നേരത്തെ ജാമ്യം നിശ്ചയിച്ചിരുന്നു. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ജാമ്യം ഇപ്പോൾ ആർ സുഗതന് ലഭിച്ചിരിക്കുകയാണ്. അജിംസ്. ശരി.